എൻ്റെ പേര് ഇസ്ഹാഖ്, കോഴിക്കോട് ജില്ല, നന്ദി സ്വത്. ചോദിക്കാനുള്ള ചോദ്യം, ഈ സമകാലിക ഇന്ത്യയിൽ മുസ്ലിങ്ങളെയും അതേപോലെ മറ്റു പിന്നോക്ക സമുദായപ്പെട്ട ആളുകളെയും നമ്മളുടെ പല കരിനിയമങ്ങളും വരുത്തിക്കൊണ്ട് പല പീഡനങ്ങളും നടത്തുമ്പോൾ മുസ്ലിങ്ങളെ കുറ്റാരോപിച്ച് തൂക്കിലേറ്റുമ്പോൾ അതിനോട് ഒരു മൃദു സമീപനം മുസ്ലിങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഒട്ടനവധി പീഡനങ്ങളും പ്രയാസങ്ങളും മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങളോട് ഒരു മൃദു സമീപനം എന്ന് പറഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും ശക്തമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യത്തിന്റെ മർമ്മം. യഥാർത്ഥത്തിൽ അതിശക്തമായി പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ശരി. പക്ഷെ പ്രതികരിക്കുന്ന രീതി ഏതായിരിക്കണം, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞ അതേ തത്വം ഇവിടെയും ബാധകമാണ്. അഥവാ ഇത്തരം പരീക്ഷണങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ നിലപാടായിരിക്കണം നാം എടുക്കേണ്ടത്. ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഒട്ടനവധി പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും വിധേയരാകുമ്പോൾ അതിനെ നാം നേരിടേണ്ടത് എങ്ങനെ? ഇന്നലെ ഉദ്ഘാടന പരിപാടിയുടെ സംസാരത്തിൽ സൂചിപ്പിച്ച ഒരു ഉദാഹരണം പ്രസക്തമായതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെതിരായി, മുസ്ലിമീങ്ങൾക്കെതിരായി ഏറ്റവും ശക്തമായ ഒരു ആക്രമണമായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങൾക്ക് എതിരായി പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭരണഘടനയിൽ മറ്റൊരു നിയമം മുസ്ലിമീങ്ങൾ അനുസരിക്കേണ്ടി വരിക എന്നത്. അഥവാ വിവാഹമോചിതയായ സ്ത്രീക്കുള്ള ജീവനാംശം സംബന്ധിച്ച് വിശുദ്ധ ഖുർആന്റെ നിയമത്തിന് എതിരായ ഒരു നിയമം മുസ്ലിങ്ങൾ അനുസരിക്കണമെന്നൊരവസ്ഥ വന്നപ്പോൾ കേരളത്തിൽ അത് ശരീഅത്ത് വിവാദമായി ഇന്ത്യ രാജ്യത്ത്. ആ സന്ദർഭത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? അതിനെ ശക്തമായി പ്രതികരിച്ചു. ആ പ്രതികരണം എങ്ങനെയായിരുന്നു? ഏതൊരു പാർലമെന്റാണോ ആ നിയമമുണ്ടാക്കുന്നത് ആ പാർലമെന്റിന് നേരെ ബോംബെറിഞ്ഞിട്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമങ്ങളും കൊള്ളിവെപ്പുകളും നടത്തിയിട്ടായിരുന്നില്ല. മറിച്ച് ആ ഇന്ത്യയിൽ നിയമനിർമ്മാണത്തിന് വേദിയാകുന്ന പാർലമെന്റിലെ ഒരു അംഗം എഴുന്നേറ്റ് നിന്ന് കാര്യകാരണ സഹിതം എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഖുർആനിനെതിരായ ഈ നിയമം അംഗീകരിച്ചുകൂടാ എന്ന് നന്നായി അവിടെ പ്രസന്റ് ചെയ്തപ്പോൾ പാർലമെന്റ് സാഗൂതം അത് കേട്ടു. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു, ഇത് ഇന്ത്യയുടെ ബില്ലാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് അന്ന് എംപിമാരിൽ ഭൂരിപക്ഷം. അവരിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളല്ല. അവർക്ക് വിപ്പ് കൊടുത്തു. അങ്ങനെ പാർലമെന്റ് അതിന്റെ ചരിത്രത്തിൽ പുലർച്ചെ വരെ സമ്മേളിച്ചുകൊണ്ട് ഇസ്ലാമിന് അനുകൂലമായി, ഖുർആനിന് അനുകൂലമായി ആ ബില്ല് പാസാക്കി. അപ്പോൾ നമ്മൾ അവിടെ എടുത്ത സമീപനം എന്താണ്? ആ വിഷയം ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങൾക്ക് വിധേയമായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പറയേണ്ട സ്ഥലത്ത് അത് പറയുകയും ചെയ്തു. അതേപോലെയാണ് ഏതൊരു നിയമത്തെയും ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള വേദികളിൽ അത് പറയുകയും അത് തിരുത്തിപ്പിക്കുകയും വേണം. ഇന്ത്യയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ കേവലം മുസ്ലിം പ്രശ്നം മാത്രമല്ല. ബാബരി മസ്ജിദ് താഴികക്കുടങ്ങൾ തച്ച് തകർത്തപ്പോൾ ഇന്ത്യ രാജ്യം ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞത് ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ് എന്നാണ്. മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ് എന്നതാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഗുജറാത്ത് കലാപമുണ്ടായപ്പോൾ ആ കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് കേവലം മുസ്ലിം എംപിമാർ മാത്രമല്ല. മതേതര കക്ഷികളിൽപ്പെട്ട എംപിമാർ നടുത്തളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, പാർലമെന്റ് നടപടികൾ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. മുസ്ലിം സഹോദരങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഗുജറാത്തിൽ നടക്കുന്ന കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടല്ലാതെ. ആരാത് പറഞ്ഞത്?
മുസ്ലിം MP-മാർ മാത്രമല്ല, ഇന്ത്യയിലെ മതേതര കക്ഷികളിൽപ്പെട്ട എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇത് മുസ്ലിം പ്രശ്നമാക്കിയേ തീരൂ എന്നത് അതിലൂടെ മുതലെടുപ്പിന് ആഗ്രഹിക്കുന്ന ആളുകളുടെ അജണ്ടയാണ്. ആ അജണ്ട നാം സമ്മതിക്കരുത്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായി നിങ്ങൾ നീതിപൂർവം സഹകരിക്കുക, അവരോട് നിങ്ങൾ നന്മ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് നാം സ്വീകരിക്കേണ്ട നിലപാട്. ഈ ആയത്ത് നാം ശരിക്കും പരിശോധിച്ച് നോക്കുക. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണം എന്ന അഭിപ്രായമുള്ളവർ, അവരവരുടെ വീട് വിട്ടു പോകണമെന്ന് അഭിപ്രായമുള്ള ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ എത്രയുണ്ട്. അങ്ങനെ അഭിപ്രായം ഉള്ളവർ തുലോം കുറവാണെന്ന് മാത്രമല്ല, അങ്ങനെ ആ അഭിപ്രായത്തെ എതിർക്കുന്നവരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം. അവരോട് ചേർന്നാണ് ഈ വിഷയത്തെ നാം സമീപിക്കേണ്ടത്. നിയമവിധേയമായ മാർഗത്തിലൂടെയാണ്. അതല്ലാത്ത മാർഗങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും ദുർവ്യാഖ്യാനം ചെയ്യുകയോ സന്ദർഭങ്ങൾ അടർത്തിയെടുത്ത് ഉപയോഗിക്കുകയോ, നേരത്തെ നാം പറഞ്ഞതുപോലെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആനിലില്ലേ എന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളും ഉപയോഗിക്കാറുണ്ട്. ഇസ്ലാമിന്റെ ഉള്ളിൽ തീവ്രവാദം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആളുകളും ഈ ആയത്തിന് ദുരുപയോഗം ചെയ്യാറുണ്ട്. അതുകൊണ്ട് പക്വമായ നിലപാട്, സുതാര്യമായ നിലപാട്, ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നത് കണ്ടുകൊണ്ടാണല്ലോ നാം ഏതൊരു നിലപാടും സ്വീകരിക്കേണ്ടത്. ആ നിലപാടാണ് പൊതുവിഷയങ്ങളിലെല്ലാം